ശാസ്ത്രീയ അഥർവവേദ പഠനം ക്ലാസ് 325. നമ്മളിന്ന് നോക്കുന്നത് കാണ്ഡം 7, അനുഭാഗം 4, സൂക്തം 47. ഇതിലെ ദേവത കുഹുവാണ്. കുഹു എന്ന് പറയുന്നതും ചന്ദ്രൻ അമാവാസി കടന്നിട്ട്, അമാവാസി എന്ന് പറയുമ്പോൾ സൂര്യനും ചന്ദ്രനും കൂടിച്ചേർന്ന് നിൽക്കുന്ന സമയം. അപ്പം നമുക്ക് ചന്ദ്രനെ കാണാൻ പറ്റില്ല, കറുത്തവായിരിക്കും. ജ്യോതിഷപ്രകാരം ചന്ദ്രന് തീരെ ബലമില്ലാത്ത സമയം. അത് കഴിഞ്ഞ അടുത്ത ദിവസത്തിൻ്റെ 4 ഭാഗിച്ചാൽ അതിൻ്റെ ആദ്യ ഭാഗത്തിനാണ് കുഹു എന്ന് പറയുന്നത്. അടുത്ത ദിവസത്തിൻ്റെ, അതായത് ശുക്ലപക്ഷ പ്രഥമയുടെ ആദ്യ പാദം, അതിനാണ് കുഹുവായിട്ട് കാണുന്നത്. അതിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് പറയുകയാണ്. അത് ചന്ദ്രൻ ഉദിക്കുന്നതിന് സമാനമാണ്. സൂര്യനിൽ നിന്ന് വേർപെടും. ഇപ്പം സൂര്യൻ ഭൂമിക്ക് പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് ഉദയം എന്ന് പറയും, സൂര്യൻ ഉദിക്കുക. നട്ടുച്ചതിനെക്കാട്ടിയും പ്രാധാന്യം സൂര്യൻ ഉദിക്കുമ്പോഴാണ്. ലോകമെല്ലാം ചലനാത്മകമാണ്. സൂര്യൻ ഉദിക്കുമ്പോൾ പക്ഷികളെല്ലാം പറന്നു പോകും, മനുഷ്യരെല്ലാം ഭയങ്കര തിരക്കിലായിരിക്കും. എല്ലാവരും എന്നാൽ നേരെ നട്ടുച്ചക്കല്ല ആ അവസ്ഥ കാണുന്നത്. അപ്പോൾ ഉദയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ ചന്ദ്രൻ ഉദിക്കുന്നതിന് സമാനമാണ്. അപ്പം ആ ഭാഗത്തിന് വലിയ പ്രാധാന്യം ജ്യോതിഷപ്രകാരമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുഹുവിനെ സെപ്പറേറ്റ് തിരിച്ചിട്ട് അതിൻ്റെ പ്രാധാന്യം അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നതെന്ന് അവർ വിവരിക്കുകയാണ്. അപ്പോൾ ഇത് ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ചന്ദ്രൻ്റെ കർത്തവാവ് കഴിഞ്ഞിട്ട് ശുക്ലപക്ഷത്തിലെ ആദ്യത്തെ ദിവസത്തെ ചന്ദ്രൻ്റെ ആ മുഹൂർത്തം, ആ ആദ്യത്തെ ദിവസത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം, അതിനാണ് കുഹു എന്ന് പറയുന്നത്. അതിന് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു സമയമായിട്ടാണ് ജ്യോതിഷം കാണുന്നത്. അതിനെപ്പറ്റിയുള്ളൊരു പരാമർശമാണ് ഇവിടെ അഥർവവേദത്തിൽ. അഥർവവേദം എന്ന് പറഞ്ഞാൽ ടെക്നോളജി, ജ്യോതിഷ, എൻജിനീയറിങ്, മെഡിസിന്, ഇതെല്ലാമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് അഥർവവേദം. അതിൽ കാണ്ഡം 7 അനുഭാഗം 4 സൂക്തം 47 അതിനെപ്പറ്റിയാണ് പറയുന്നത്. എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഹരി ഓം. അഥർവവേദം കാണ്ഡം 7 അനുഭാഗം 4 സൂക്തം 47. ഋഷി അഥർവൻ ദേവത കുഹു ഛന്ദസ് ജഗതി തൃഷ്ടുപ്പ്. കഹൂം ദേവീം സുകൃതം വിദ്മനാപസമസ്മിൻ യജ്ഞേ സുഹവ ജോഹവീമി സാ നോ രയിം വിശ്വവാരം നി യച്ഛാത് ദദാതു വീരം ശതദായ മുക്ത്യം. കഹൂർദേവാനാമൃതസ്യ പത്നി ഹവ്യാനേ അസ്യ ഹവിഷു ജൂഷേത ശൃണോതു യജ്ഞമുഷതി നോ അദ്യ രായസ്പോഷം ചിക്കതുഷീ ദധാതു. ഭാവാർത്ഥം: ചന്ദ്രനാകുന്ന അമാവാസി സൽക്കർമ്മങ്ങൾക്ക് യോജിച്ചതും ശ്രേഷ്ഠമായ ആഹ്വാനങ്ങൾ സ്വീകരിക്കുന്നവളുമാണ്. ഞാനതിൽ യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നു. എനിക്ക് ധനവും പരാക്രമശാലിയായ പുത്രനെയും നൽകുക. കുഹുദേവി സർവഭൂതങ്ങളെയും അമൃതത്വത്തെയും പുഷ്ടിപ്പെടുത്തും. ജലത്തെ അമൃത സമാനമാക്കുന്ന അവൾ നമ്മുടെ യജ്ഞങ്ങൾ അറിഞ്ഞ് ധനത്തെ പോഷിപ്പിക്കട്ടെ. ചന്ദ്രൻ അമാവാസിയിൽ നിന്നും അകന്നു നിൽക്കുന്ന ആ സമയം,
നേരത്തെ പറഞ്ഞ വരി കുഹു എന്ന സമയം, അതിൻ്റെ കാലഘട്ടം, അതായത് ശുക്ലപക്ഷ പ്രഥമയുടെ ആദ്യത്തെ കാൽഭാഗം സൽക്കർമ്മങ്ങൾക്ക് യോജിച്ചതാണ് എന്ന് പ്രത്യേകിച്ച് പറയുന്നു. കാരണം ചന്ദ്രൻ ഉദിക്കുന്ന, സൂര്യനിൽ നിന്നും ഉദിച്ചു മാറുന്ന സമയം, അത് നല്ല കർമ്മങ്ങളെല്ലാം ചെയ്യാൻ പറ്റിയ നല്ലൊരു സമയമാണെന്ന് പറയുന്നു അഥർവവേദം. അവൾ ശ്രേഷ്ഠമായ ആഹ്വാനങ്ങൾ സ്വീകരിക്കുന്നത് ഒഴുങ്ങാണ്. ശ്രേഷ്ഠമായ ആഹ്വാനങ്ങൾ നമ്മൾ എന്തെങ്കിലും ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവൾ സാധിപ്പിച്ചു തരും. ആ സമയം, ആ മുഹൂർത്തം നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരും. ഏത് കാര്യം ആവശ്യപ്പെട്ടാലും സാധിപ്പിച്ചു തരും എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിനും യോജിച്ചൊരു സമയമാണ്. ഞാനതിൽ യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നു എന്ന് പറയുകയാണ്. അത് ആ സമയത്ത്, ആ പീരീഡിൽ ഞാൻ യജ്ഞങ്ങളെല്ലാം അനുഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ യജ്ഞങ്ങൾ ചെയ്യാൻ പറ്റിയ നല്ലൊരു സമയമാണ്. അല്ലെങ്കിൽ നമ്മളെന്ത് യജ്ഞങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവൾ ആ പീരീഡ് അതെല്ലാം നമുക്ക് സാധിപ്പിച്ചു തരും. എനിക്ക് ധനം നൽകും. അപ്പം ധനം നേടുന്ന കർമ്മങ്ങളായാലും അതിന് പറ്റിയതാണ്. പരാക്രമശാലിയായ പുത്രന്മാരെ, നല്ല പുത്രന്മാരെ ജനിക്കണ്ടെങ്കിൽ ആ സമയം ഉചിതമായ സമയമാണ്. ആ സമയത്ത് ഉചിതമായ സമയമായിട്ടാണ് കാണുന്നത്. എങ്ങനത്തെ പുത്രന്മാർ ജനിക്കാൻ? നല്ല പരാക്രമശാലികളായ പുത്രന്മാർ, ഉദിച്ചു വരുന്ന മാതിരിയുള്ള പുത്രന്മാർ ജനിക്കാൻ പറ്റിയ സമയമാണ്. പിന്നെയോ ആ പുത്രനെ നൽകുക എന്ന് പറയുകയാണ്. ആ കുഹുദേവി സർവഭൂതങ്ങളെയും അമൃതത്വത്തെയും പുഷ്ടിപ്പെടുത്തും. എല്ലാ ഭൂതങ്ങളെയും, ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളെ കൊണ്ടാണല്ലോ ഈ പ്രപഞ്ചം എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. അവയെല്ലാം പുഷ്ടിപ്പെടുത്തും. അമൃതത്വത്തെയും പ്രദാനം ചെയ്യുന്നതിനാൽ ഏത് കർമ്മങ്ങളും ആ സമയത്ത് ചെയ്യുകയാണെങ്കിൽ അത് നല്ല ഫലം നൽകുന്നൊരു സമയമായിട്ട് ഇവിടെ പറയുന്നതായിട്ട് കാണണം. ജലത്തെ അമൃത സമാനമാക്കുന്ന അവൾ ആ സമയത്ത് ജലത്തെ അമൃതമാക്കി മാറ്റും എന്നതുപോലെ അത്രയും പ്രാധാന്യമുള്ള ഒരു സമയമാണ്. ആ സമയത്തിൻ്റെ പ്രാധാന്യമാണ് ഇവിടെ എടുത്തത്. ജലത്തെ അമൃതാക്കുക എന്ന് പറഞ്ഞാൽ ജലത്തിൻ്റെ പ്രത്യേകത എന്താ? ന്യൂട്രലാണ്. അമൃത് എന്ന് പറഞ്ഞാൽ കഴിച്ചു കഴിഞ്ഞാൽ മരണമില്ലാത്ത അവസ്ഥയാണ്. അപ്പം ഏത് യജ്ഞങ്ങൾ ആ സമയത്ത് ചെയ്തു കഴിഞ്ഞാലും അത് ജലത്തെ അമൃതമാക്കുന്നതിന് സമാനമാണെന്ന് പറയും. അത്രയും വിശിഷ്ടമായ ഒരു സമയമാണ് അത്. നമ്മുടെ യജ്ഞങ്ങൾ അറിഞ്ഞ് ധനത്തെ പോഷിപ്പിക്കും. നമ്മൾ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതവൾ മനസ്സിലാക്കിയിട്ട്, ആ സമയം മനസ്സിലാക്കിയിട്ട്, ഇവൻ ഇന്ന ലക്ഷ്യത്തോട് ഇന്ന കാര്യം നേടാൻ വേണ്ടിയാണ് ഈ കർമ്മം ചെയ്യുന്നത്. ആ സമയത്ത് ചെയ്താൽ അവൾ പ്രത്യേകം ആ കർമ്മത്തെ ശ്രദ്ധിച്ചിട്ട് ധനത്തെ പോഷിപ്പിക്കും. ധനം നേടുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് സാധിപ്പിച്ചു തരും. ഇപ്പം ഏതെങ്കിലും പ്രൊഡക്ഷൻ നടത്തിയാണെങ്കിൽ അത് വിറ്റിട്ടാണല്ലോ പൈസ ഉണ്ടാക്കുന്നത്. അപ്പം ധനം നൽകുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ലക്ഷ്യത്തിനാണ് പ്രവർത്തിക്കുന്നത് അതിന് ഫലം കിട്ടും, നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കും. അപ്പം അങ്ങനെ പ്രാധാന്യമുള്ളൊരു സമയമായിട്ട് ഇതിനെ നമ്മൾ കാണണം. അപ്പോൾ ഈ ഒരു പീരീഡ് നല്ലൊരു മുഹൂർത്തമായിട്ടാണ് ഇവിടെ പറഞ്ഞു കൊണ്ടുവരുന്നത്. ജീവിതത്തിലെ പ്രധാനപ്പെട്ട എല്ലാ കർമ്മങ്ങളും, നല്ല പുത്രന്മാരെ ലഭിക്കാനും എല്ലാം ഇതൊരു ഉചിതമായ സമയമായിട്ട് എടുക്കണം. ഇത് കുഹു എന്ന പീരീഡ് അതേതാണ്? കർത്തവാവ് കഴിഞ്ഞ് അടുത്ത ദിവസത്തിൻ്റെ, അതായത് ശുക്ലപക്ഷത്തിലെ പ്രഥമ തിഥി, അതിൻ്റെ ആദ്യ ഭാഗം നാലാക്കിയതിൽ, ആ ദിവസത്തെ നാലാക്കിയതിൽ അതിൻ്റെ ആദ്യ ഭാഗത്ത് ആ സമയമാണ് ഏറ്റവും ശ്രേഷ്ഠമായ സമയമായിട്ട് ഇവിടെ അഥർവവേദം പറയുന്നു. യഥാർത്ഥത്തിൽ ഇത് ജ്യോത്സ്യന്മാരെ മുഹൂർത്തമെല്ലാം കുറിക്കാൻ വേണ്ടിയിട്ട് നിശ്ചയിക്കേണ്ട പ്രധാനപ്പെട്ട സമയങ്ങളിൽ
അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമായിട്ട് ഈ മുഹൂർത്തം എടുക്കാമെന്നാണ് ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം. മുഹൂർത്തം ഏതെങ്കിലും ഒരു സമയം, എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി മുഹൂർത്തം കുറിക്കുമ്പോൾ ഇതിന് കുറച്ച് മുൻതൂക്കം കൊടുക്കാം. സാധാരണ കർത്തവാവിനെല്ലാം മുഹൂർത്തമൊന്നുമില്ല. എന്നാലും അത് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ചന്ദ്രൻ ഉദിക്കുന്ന ഒരു സമയത്തിന് വലിയ പ്രാധാന്യമുള്ളതായിട്ട് അഥർവവേദം പറയുകയാണ്.